പരിശുദ്ധ റൂഹായി സ്തുതി ആദ്യം മുതലെന്ന് വന്നേക്കുന്നല്ലേ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത് IOC-യിലെ ബഹുമാനപ്പെട്ട CC ചെറിയാനച്ചൻ പറഞ്ഞതിനെ പറ്റിയാണ്. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ സത്യമായിട്ട് പറയുന്നുണ്ട്. അച്ഛൻ പറയുന്നു മഫ്രിയാന എന്ന വാക്കിൻ്റെ ആ വിശദീകരണം വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിനകത്ത് കാണാം. 1912 IOC സഭ അല്ലെങ്കിൽ IOC മുടക്കപ്പെട്ട അബ്ദുൽ മിശിഹായെ കൊണ്ടുവന്നു ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു എന്ന് പറയുന്നു. ആയിക്കോ, ഞങ്ങൾക്കൊരു വിരോധമില്ല, നിങ്ങൾ ആ കാതോലിക്കേറ്റിൽ വിശ്വസിച്ചു. പക്ഷെ നിങ്ങളുടെ സഭയിലെ അച്ഛൻ തന്നെ പറയുന്നു, ബഹുമാനപ്പെട്ട CC ചെറിയാനച്ഛൻ പറയുന്നു, മഫ്രിയാന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാതോലിക്ക എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ കീഴ് സ്ഥാനിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കണ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണെന്നാണ് ആ വീഡിയോ. ഞാനെപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ ഓർത്തു. ഒരുത്തന്നെ എനിക്ക് ആ വീഡിയോ അയച്ചു തന്നായി, അപ്പോഴാണ് അത് വ്യക്തമായിട്ട് ഓർത്തത്. ഇതിനു മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇപ്പം കീഴ്സ്ഥാനിയാണ് മഫ്രിയാന, ഒരു സംശയമില്ല. ഇപ്പോൾ ഈ കാതോലിക്കയും മഫ്രിയാനയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സെലൂക്യായിലെ പരിശുദ്ധ അന്ത്യോക്യ പാത്രിയാർക്കീസ് ബാവ ഒരു കാതോലിക്കായെ വാഴിച്ചു. റോമ മഹാസാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും വളരെ ശത്രുതയിലായിരുന്നു നമുക്കറിയാം. റോമ സാമ്രാജ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്ത്യോക്യയിൽ നിന്നും പേർഷ്യയിലെ അല്ലെങ്കിൽ പേർഷ്യ സാമ്രാജ്യത്തിൽ വന്ന് പട്ടം കൊടുക്കുക എളുപ്പമില്ല. അപ്പോൾ അങ്ങനെ ആ ശത്രുത മൂത്തു വന്നപ്പോൾ സെലൂക്യായിലെ ഒരു കാതോലിക്കയെ വാഴിച്ചിട്ട് ഇനി മെത്രാപ്പോലീത്തയെ വാഴിക്കേണ്ടി വരുമ്പോൾ അത് അങ്ങനെ വാഴിക്കാനുള്ള അധികാരവും അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ അപ്പോൾ ആ കാതോലിക്ക അപ്പോൾ അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ കീഴിലാണ്. അങ്ങനെ നിന്ന് വരവെ ആ കാതോലിക്ക നെസ്തോറിയൻ വിശ്വാസം സ്വീകരിച്ച് അത് സ്വീകരിച്ചു. ഉടനെ കാതോലിക്ക മുടക്കി. ഞാൻ വേഗം പറഞ്ഞു. പിന്നെ തിഗ്രീസിൽ ഒരു കാതോലിക്ക വായിച്ചു, പേർഷ്യയിൽ തന്നെ. അപ്പം അവിടെ വായിച്ചപ്പോൾ മഫ്രിയാൻ എന്ന പേരാ കൊടുത്തത്. കാരണം പേർഷ്യയിലെ സെലൂക്യയിലെ നെസ്തോറിയൻ കാതോലിക്ക ഉണ്ട്. അപ്പം ഇവിടെ അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ കീഴിലുള്ള ഒരു കാതോലിക്കയെ വാഴിച്ചാൽ അല്ലെങ്കിൽ ആ പേര് കൊടുത്താൽ ഇതിലേത് കാതോലിക്കയാണെന്നുള്ളത് സംശയം വരും. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഈ മഫ്രിയാൻ എന്നുള്ള പേര് കൊടുത്തത്. മഫ്രിയാൻ എന്നുള്ള പേര് കൊടുത്തതാണ്. മഫ്രിയാന എന്ന് പറഞ്ഞാലും കാതോലിക്ക ഭാവം ഒന്നാണ്. പക്ഷേ അത് അന്ത്യോക്യ പാത്രിയാർക്കീസിന് കീഴിലാണ്. കാരണം അന്ത്യോക്യ പാത്രിയാർക്കീസിന് മാത്രമേ ഒരു മഫ്രിയാനയെയോ അല്ലെങ്കിൽ കാതോലിക്കയെയോ വാഴിക്കാൻ നിക്കാസ് അധികാരം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടത് അങ്ങനെ വന്നത്. പിന്നെ അച്ഛൻ ചോദിക്കട്ടെ, നിങ്ങളിവിടെ
തിഗ്രീസിലെ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നത് എന്താ അധികാരം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സഭയുടെ ചോദിക്കുകയാണ്. എന്താ നിങ്ങൾക്ക് ഇതിന് അധികാരം? അത് ഒരു മുടക്കപ്പെട്ട പാത്രീയർഗീസിൽ കൊണ്ടുവന്നു. അന്ത്യോക്യ പാത്രീയർഗീസ് നേരിട്ട് വന്ന് അങ്ങനെ ചെയ്യണം. പക്ഷെ അങ്ങനെ അദ്ദേഹം ചെയ്യില്ല. ഈ മുടക്കപ്പെട്ട കാതോലിക്ക പാത്രീയർഗീസ് ചെയ്യാൻ പറ്റുമോ? അംഗീകാരമുണ്ടോ? ലീഗലുണ്ടോ? എങ്ങനെ വായിച്ചെന്തോരം തട്ടിക്കൂട്ടൊക്കെ ആയിരുന്നു. അത് പോട്ടെ, അത് നമ്മൾ അല്ലെങ്കിൽ നമ്മളൊന്നും അംഗീകരിക്കില്ല. അതുപോലെ ഇവിടെ പുനഃസ്ഥാപിക്കാൻ അധികാരമില്ലെന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറയുകയാണ്. ഇടയിലാലച്ചൻ ചോദിച്ചതുപോലെ 7ാം ക്ലാസ്സിലെ A ഡിവിഷനും B ഡിവിഷനും. A ഡിവിഷനിലെ ക്ലാസ് ടീച്ചർ അത്രജീസ് ബാബ, B ഡിവിഷനിൽ ക്ലാസ് ടീച്ചർ കാതോലിക്ക ബാബ. രണ്ടുപേരും സൗന്മാരല്ലേ? അങ്ങോട്ട് കൂടെ എന്തെങ്കിലും എല്ലാവരും ബന്ധമുണ്ടോ? ഇത്ര നീറ്റായിട്ടുള്ള ചോദ്യം. അദ്ദേഹം സ്കൂളിൽ പഠിപ്പിച്ചിരുന്നതാണ്, ഞാനും പഠിപ്പിച്ചിരുന്നതാണ്. ചോദ്യം ഈ പിന്നീട് വരക്കനുസരിച്ച് കാതോലിക്കായ്ക്കും പാത്രീയർഗീസ് ബാബയ്ക്കും മുകളിൽ ഒരാളുണ്ട്. ഇത് കർത്താവല്ല, തോമാസ്ലി എന്ന് വരുത്താറാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ഉപമാനങ്ങളും ഉദാഹരണങ്ങളൊക്കെ ഇടയിലാലോചിച്ച് കൊണ്ടുവരട്ടെ. ഇതൊക്കെ തെറ്റല്ലേ വെച്ചു? ഞാൻ അച്ഛനെ വെല്ലുവിളിക്കാനൊന്നുമല്ല കേട്ടോ, എനിക്ക് വെല്ലുവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മഫ്രിയാന എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാതോലിക്ക എന്ന് പറഞ്ഞാൽ അന്ത്യോക്യ പാത്രീയർഗീസിൻ്റെ കീഴിൽ വരുന്ന കീഴ്സ്ഥാനിയാണ്. ഒരിക്കലും തുല്യസ്ഥാനികളല്ല. അന്ത്യോക്യ പാത്രീയർഗീസിന് മാത്രമേ കിഴക്കിന് ഒരു കാതോലിക്കയെ വഴിക്കാൻ നിഖ്യാ സിനോദോസ് അധികാരം കൊടുത്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സഭയിലെ തോമസ് അച്ഛനും ജോഷോച്ചനൊക്കെ എത്ര മിടുക്കന്മാരായിരുന്നു. അവരിതൊക്കെ സമ്മതിക്കണ കാര്യമാണ്. നിങ്ങൾ എന്തിനാ ഇതിങ്ങനെ സമ്മതിക്കാണ്ട് ഇങ്ങനെ? അന്ന് അവർ പറഞ്ഞാലേ ഇത് അവരവരുടെ പള്ളികളെ അവരവർക്ക് വിട്ടുകൊടുക്കുക, എന്നിട്ട് സഭയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതൊന്നും നിങ്ങൾ സ്വീകരിക്കില്ല. നിങ്ങളിപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ കോടതിയിൽ പറയുകയില്ല. അവിടെ സഭ രണ്ടായി പിരിയാനായിട്ട്, രണ്ടായി നിലനിൽക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.